എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു അഭ്യർത്ഥനയാണ്, ഒരു ലൈക്കും കമൻറ്റും തന്നിട്ട് പോകുക. അതെൻ്റെ വീഡിയോയ്ക്ക് റീച്ചിന് വളരെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശികൾ എന്ന് പറയാൻ പറ്റില്ല, ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് രാശികളായിട്ടും നമ്മൾക്ക് പറയാം. കേന്ദ്രം, ത്രികോണം, പണഫരം, ആപോക്ലിമം, ചതുഷ്ടയം, ചതുരശ്രം, അങ്ങനെയുള്ള കുറേ വിഭാഗങ്ങളായിട്ട് ഭാവങ്ങളെയും രാശികളുമൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്രരാശികൾ എന്താണ് എന്നുള്ളതാണ്. അതിവിടെ സ്പെസിഫിക്കാണ്. ഒരു ജാതകം എടുത്തു കഴിഞ്ഞാൽ ലഗ്നത്തെ ആധാരമാക്കിയിട്ടാണ് ഈ പറയുന്ന പോയിന്റുകളൊക്കെ വരുന്നത്. ലഗ്നം ഒരു രാശിയാണെങ്കിൽ ലഗ്നത്തിൻ്റെ കേന്ദ്രരാശികൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ. അപ്പോൾ കേന്ദ്രരാശി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് 1, 4, 7, 10. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രാശിയിൽ നിന്നാണോ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആ രാശി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 4, 7, 10, അതായത് 1, 4, 7, 10 ഇത് കേന്ദ്ര രാശിയായിട്ട് നമ്മൾക്ക് പറയാം. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, മേടലഗ്നം എടുത്തു കഴിഞ്ഞാൽ മേടത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? മേടം ഒന്നാമത്തത്, 4ാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകം, അത് കഴിഞ്ഞ് 7ാമത്തെ രാശിയായിട്ടുള്ള തുലാം രാശി, 10ാമത്തെ രാശിയായിട്ടുള്ള മകരം രാശി. ഇത് പരസ്പര കേന്ദ്രങ്ങളാണ് എന്ന് പറയാം. തിരിച്ച് തുലാം രാശിക്കും ഈ ബാക്കി വരുന്ന 3 രാശികളായിട്ടും ആയിരിക്കും കേന്ദ്രങ്ങളായിട്ട് വരിക. അപ്പോൾ കേന്ദ്രം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചില യോഗങ്ങളൊക്കെ പറയുമ്പോൾ വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെയോ 4ലോ 7ലോ 10ലോ ചന്ദ്രൻ നിൽക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ വ്യാഴവും ചന്ദ്രനും ചേർന്ന് നിന്നാൽ ഗജകേസരി യോഗമാണ്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിന്നാൽ ഗജകേസരി യോഗമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കേന്ദ്രം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1, 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ അവരിൽ പരസ്പരം നിന്ന് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. ഇത് രാശികളിലും ഗ്രഹങ്ങളിലും നമ്മൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു ഗ്രഹത്തിന് മറ്റൊരു ഗ്രഹം കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പരസ്പരം കേന്ദ്രത്തിലായിരിക്കും. ഒരു ഗ്രഹത്തിൻ്റെ 4ൽ വേറൊരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ 10ലായിരിക്കും ആദ്യത്തെ ഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു ഗ്രഹത്തിന് കേന്ദ്രമായി വന്നു കഴിഞ്ഞാൽ മറ്റേതും തിരിച്ച് കേന്ദ്രമായിരിക്കും, മ്യൂച്വലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കേന്ദ്രത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി കേന്ദ്രം കഴിഞ്ഞാൽ അടുത്തത് പണഭര രാശികളാണ്. പണപരം എന്ന് പറയും. 2, 5, 8, 11 എന്നീ രാശികൾ പണപര രാശികളായിട്ടാണ് പറയുക. അതായത് ഇപ്പോൾ ലഗ്നം എടുത്തു കഴിഞ്ഞാൽ ലഗ്നത്തിൻ്റെ പണപരമായിട്ട് വരുന്നത് അതിൻ്റെ 2ാമത്തെ രാശിയും 5ാമത്തെ രാശിയും 8ാമത്തെ രാശിയും 11ാമത്തെ രാശിയുമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. കേന്ദ്രത്തിൻ്റെ ഒന്ന് കൂട്ടിയെടുത്തതാണിത്. 1, 4, 7, 10, അത് കഴിഞ്ഞ് 1ൻ്റെ കൂട്ടിയെടുത്തത് 2, 4ൻ്റെ കൂട്ടിയെടുത്തത് 5, 7ൻ്റെ കൂട്ടിയെടുത്തത് 8, 10ൻ്റെ കൂട്ടിയെടുത്തത് 11. അങ്ങനെ 2, 5, 8, 11 എന്നീ രാശികൾ പണപര രാശികളായിട്ട് പറയും. ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കാറില്ല, എങ്കിലും ചില യോഗങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മെൻഷൻ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് പണപര രാശികളാണ്. ഇത് ആപോക്ലിമത്തോട് 1 കൂട്ടിയെടുത്തതാണ്. 2ൻ്റെതോടുകൂടി 1 കൂട്ടി 3, അങ്ങനെ 3, 6, 9, 12 ഈ രാശികൾ ആപോക്ലിമ രാശികളായിട്ട് നമ്മൾ പറയും. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു: കേന്ദ്ര രാശികൾ, പണപര രാശികൾ, ആപോക്ലിമ രാശികൾ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ ഉള്ളത് ത്രികോണ രാശികളാണ്. എന്താണ് ത്രികോണം എന്നുള്ളത്? 1, 5, 9 ആണ് ത്രികോണം. അതായത് മേടൻ രാശിയുടെ ത്രികോണ രാശികളായിട്ടാണ് ചിങ്ങവും ധനുവും വരിക. മേടത്തിൽ നിന്നും 5ാമത്തെ രാശി ചിങ്ങം, അവിടെ നിന്നും 9ാമത്തെ രാശി മേടത്തിൽ നിന്നും 9ാമത്തെ രാശി ധനു. അപ്പോൾ മേടത്തിൻ്റെ ത്രികോണമാണ് ഏതൊക്കെ? ചിങ്ങവും ധനുവും എന്ന് പറയാം. ഇത് ഗ്രഹത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വ്യാഴം മീനത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ വ്യാഴത്തിൻ്റെ ത്രികോണത്തിലാണ് ആര് നിൽക്കുന്നത്? ചന്ദ്രൻ നിൽക്കുന്നത് എന്ന് പറയാം. ഇത് തിരിച്ചും അപ്ലൈ ചെയ്യാം. ചന്ദ്രൻ്റെ ത്രികോണത്തിലായിരിക്കും വ്യാഴം അപ്പോഴുണ്ടാവുക. കേന്ദ്രം പോലെ തന്നെ ഈ പറയുന്ന
ത്രികോണങ്ങളും പരസ്പരം മ്യൂച്വൽ ആയിരിക്കും. ഒരു ഗ്രഹത്തിൻ്റെ ത്രികോണത്തിൽ മറ്റേ ഗ്രഹം നിന്നാൽ തിരിച്ചും അത് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് സാരം. അപ്പോൾ കേന്ദ്ര രാശികൾ, പണപര രാശികൾ, ആപോക്ലിമ രാശികൾ, ത്രികോണം എന്താണ് എന്നുകൂടി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഉപജയം, അപജയം. ഉപജയ രാശികൾ, അപജയ രാശികൾ എന്ന് പറയും. ഉപജയം എന്ന് പറയുന്നത് 3, 6, 10, 11 എന്നീ രാശികളാണ്. അതായത് ലഗ്നത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിന്നോ 3, 6, 10, 11 രാശികൾ ഉപജയങ്ങളായിട്ട് പറയാറുണ്ട്. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പ്രയോഗിക്കുന്നത്. ചില യോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഉപജയം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ രാശികളും അപജയ രാശികളായിട്ട് പറയാറുണ്ട്. ഇത്രയും അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ദുസ്ഥാനങ്ങൾ, ത്രികങ്ങൾ എന്നൊക്കെ പറയാറുള്ള ഒരു 3 രാശികളുണ്ട്. 6, 8, 12. ലഗ്നത്തിൽ നിന്ന് 6, 8, 12 ഭാവങ്ങൾ, ഭാവാധിപന്മാർ പൊതുവെ ദുസ്ഥാനത്തിൻ്റെ അധിപന്മാരായിട്ടാണ് പറയാറ്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അവിടെ നിൽക്കുന്ന ഭാവാധിപന്മാർ, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ 6, 8, 12 എന്നിവ ദുസ്ഥാനങ്ങളാണ്. ഇനി ചതുരശ്രം. ചതുരശ്രം എന്ന് പറഞ്ഞാൽ 4, 8 എന്നീ ഭാവങ്ങളാണ്. ഒരു ഗ്രഹത്തിൻ്റെ 4-ാം ഭാവവും 8-ാം ഭാവവും. ചില യോഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ചതുരശ്രം എന്ന് വാക്കുപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് യോഗങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്രഹത്തിൽ നിന്നും 4-ാമത്തെ രാശിയും 8-ാമത്തെ രാശിയും ചതുരശ്രം എന്ന് അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്രം, പണപരം, ആപോക്ലിമം, ത്രികോണം, അതുപോലെ ചതുരശ്രം, ഉപജയം, അപജയം, ത്രികങ്ങൾ അല്ലെങ്കിൽ ദുസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ കേന്ദ്രത്തിന് വേറെയും പേര് പറയാറുണ്ട്. കണ്ടകം എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കണ്ടകശനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളെ രാശിയുടെ അല്ലെങ്കിൽ കൂറിൻ്റെ കേന്ദ്രത്തിൽ, അതായത് കണ്ടകത്തിൽ 4, 7, 10 സ്ഥാനങ്ങളിൽ ശനി വരുന്നതിനെയാണ് നമ്മൾ കണ്ടകശനി എന്ന് പറയാറ്. അതുപോലെ ചതുഷ്ടയം എന്ന വാക്കും നമ്മൾ കേന്ദ്രത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ യോഗങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.